വനം വകുപ്പിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 2011 മുതൽ 2025 വരെ 1508 പേർ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് രേഖകൾ. റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ ജീവൻ നഷ്ടമായവർ വേറെയുമുണ്ട്. 2018-2019 കാലയളവിലാണ് വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. 146 പേർ. ഏറ്റവും കുറവ് കഴിഞ്ഞ വർഷമാണെന്നും വനം വകുപ്പ് രേഖകൾ പറയുന്നു. 67 പേർ. 15 വർഷത്തിനിടെ കൊല്ലപ്പെട്ടവരിൽ 1114 പേരും പാമ്പുകടിയേറ്റെന്നാണ് വനം വകുപ്പിലെ കണക്കുകൾ. കാട്ടാനകളുടെ ആക്രമണത്തിൽ 285 പേരും, കാട്ടുപന്നി ആക്രമിച്ച് 70 പേരും, കാട്ടുപോത്തും കടുവയും ആക്രമിച്ചപ്പോൾ 11 പേർ വീതവും, മറ്റുള്ള മൃഗങ്ങളുടെ ആക്രമണത്തിൽ 17 പേരും കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് പാമ്പ് ഒഴികെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 15 വർഷത്തിനിടെ 394 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വനം വകുപ്പിന്റെ പക്കലുള്ള കണക്ക്. എന്നാൽ പാമ്പുകടി മരണം വനം വകുപ്പ് പെരുപ്പിച്ച കണക്കാണെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ലഘൂകരിച്ച് കാണിക്കാനും വന്യമൃഗശല്യങ്ങൾ നാടുകളിലുള്ള പാമ്പുകളും അതുപോലെ നാടൻ കുരങ്ങുകളും ഒക്കെയാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനുമാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. വനം വകുപ്പ് കഴിഞ്ഞ ആഴ്ച ഇറക്കിയിരിക്കുന്ന നയരൂപീകരണ രേഖയ്ക്കകത്തും വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ ലഘൂകരിച്ചു പറയുകയാണ് വനം വകുപ്പ് ചെയ്യുന്നതെന്ന് കർഷകർ പറയുന്നു. വന്യമൃഗശല്യം മൂലം ഗ്രാമീണ ജനതയുടെ ജീവിതം അനുദിനം ദുസ്സഹമായി കൊണ്ടിരിക്കുമ്പോഴും ശാശ്വതമായ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.